Hello everyone, a warm welcome to our new session. ഇന്നുവിന്റെ MA സിലബസിലെ ഫോർത്ത് മൊഡ്യൂൾ ആയിട്ടുള്ള ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് എന്നതിലെ MEG 10 ഇംഗ്ലീഷ് സ്റ്റഡീസ് ഇൻ ഇന്ത്യ എന്ന പേപ്പർ ആയിരിക്കും. അതിലായിരിക്കും ഞാൻ നിങ്ങളെ അസിസ്റ്റ് ചെയ്യാനും ഗൈഡ് ചെയ്യാനുമായി പോകുന്നത്. എന്റെ പേര് അനഘ. ഞാൻ ലേൺ വൈസിലെ ഒരു ഇംഗ്ലീഷ് ഫാക്കൽറ്റിയാണ്. ഒരു MA സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു MA സ്റ്റുഡന്റ് ഇൻ ഇന്ത്യ അങ്ങനെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ പേപ്പർ വളരെ ഇമ്പോർട്ടന്റും അതേപോലെ തന്നെ വളരെ റെലവെന്റുമായിട്ടുള്ള ഒന്നാണ്. എന്തുകൊണ്ടാണെന്ന് അറിയോ? നമ്മുടെ നേറ്റീവ് ലാൻഡിന്റെ കൾച്ചറും ഹിസ്റ്ററിയും ലെഗസിയും അതേപോലെ തന്നെ ലിറ്ററേച്ചേഴ്സിനെ പറ്റിയും ഒക്കെ അറിയുക എന്നുള്ളത് വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു പേപ്പർ മുഴുവനായിട്ടും ഫുള്ളി ആയിട്ട് അതിനോട് ജസ്റ്റിസ് പുലർത്തുന്ന ഒന്നാണ്. വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും ഫാസിനേറ്റിംഗ് ആയിട്ടുമുള്ള ഒരുപാട് ഡിസ്കഷൻസ് ഈ പേപ്പറിൽ വരുന്നുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് അതിലേക്ക് വരാം. അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ തന്നെയാണ് ഈ വീഡിയോ. പക്ഷെ അതിന് തൊട്ട് മുമ്പായിട്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എന്താണ് ഇതിന്റെ ടൈറ്റിലിന്റെ മീനിങ്? എന്താണ് ഈ ഇംഗ്ലീഷ് സ്റ്റഡീസ്? ലിറ്ററേച്ചറിനെ പറ്റി കേട്ടിട്ടുണ്ടാവും, ഇംഗ്ലീഷ് ലാംഗ്വേജിനെ പറ്റിയും കേട്ടിട്ടുണ്ടാവും. പക്ഷെ എന്താണ് ഈ ഇംഗ്ലീഷ് സ്റ്റഡീസ്? അതെന്താണെന്ന് നമുക്ക് ആദ്യം നോക്കിയാലോ. ഇംഗ്ലീഷ് സ്റ്റഡീസ് എന്ന് വെച്ചാൽ it is a branch of study that engages in studying, analyzing and discussing various texts written in English language. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്ന പലതരത്തിലുള്ള ടെക്സ്റ്റുകളെ പറ്റിയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് ഇംഗ്ലീഷ് സ്റ്റഡീസ്. ചുരുക്കി പറഞ്ഞാൽ ഇംഗ്ലീഷിനെ പറ്റിയിട്ടുള്ള സ്റ്റഡി തന്നെ. അപ്പൊ അതൊരു അക്കാഡമിക് ഡിസിപ്ലിൻ ആണെന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പൊ അതിന്റെ റെലവൻസ് എന്താണ് ഇന്ത്യൻ കോണ്ടെക്സ്റ്റില്? അതല്ലേ നമ്മുടെ ടൈറ്റിൽ തന്നെ. ഇംഗ്ലീഷ് സ്റ്റഡീസ് ഇൻ ഇന്ത്യ ആണ്. എന്തുകൊണ്ടാണ് ഇന്ത്യയിലുള്ള കുട്ടികൾക്ക് ഇംഗ്ലീഷ് സ്റ്റഡീസ് എന്നുള്ള ഒരു പേപ്പർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്? അതെന്താന്നുള്ളത് നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണെന്നറിയോ? ടു അണ്ടർസ്റ്റാൻഡ് ഫസ്റ്റ്ലി തന്നെ അണ്ടർസ്റ്റാൻഡ് ആൻഡ് ടു ലേൺ ദ ഇൻട്രൊഡക്ഷൻ ആൻഡ് എവല്യൂഷൻ ഓഫ് ഇംഗ്ലീഷ് ആസ് എ ഫോറിൻ ലാംഗ്വേജ് ഇൻ ഇന്ത്യ. ഇംഗ്ലീഷ് എന്നുള്ളൊരു ലാംഗ്വേജ് നമ്മുടെ റീജിയണൽ ലാംഗ്വേജ് ഒന്നുമല്ല, അല്ലെ? നമ്മുടെ മദർ ടങ് അല്ല ഇംഗ്ലീഷ്. മലയാളം പോലെയോ തമിഴ് പോലെയോ ഹിന്ദി പോലെയോ ഒന്നും ഒരു റീജിയണൽ ലാംഗ്വേജോ മദർ ടങ്കോ ഒന്നുമല്ല. ഇംഗ്ലീഷ് നമ്മുടെ നാട്ടിലേക്ക് കൊളോണിയൽ മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ യൂറോപ്യൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്. അത് അവരുടെ ലാംഗ്വേജ് ആണ്. അതൊരു ഫോറിൻ ആയിട്ടുള്ള ഏലിയൻ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്. നമ്മളിലേക്ക് അത് ഇങ്ങോട്ട് വന്നതാണ്. ഇങ്ങോട്ട് അവരായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് കൊളോണിയൽ സമയത്ത്, അല്ലെ? അപ്പോ ആ ഒരു ഇൻട്രൊഡക്ഷൻ എങ്ങനെയായിരുന്നു ആൻഡ് അത് അവിടുന്ന് ഇത്രത്തോളമായി ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് ആയി വളർന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കണം. സെക്കൻഡ്ലി, ടു സ്റ്റഡി ദ ബോഡി ഓഫ് ടെക്സ്റ്റ് റിട്ടൺ ഇൻ ഇംഗ്ലീഷ് ബൈ ഇന്ത്യൻ ഓതേഴ്സ്. ഇന്ത്യക്കാരായിട്ടുള്ള ഇന്ത്യൻ നേറ്റീവ്സ് ആയിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള ലിറ്റററി ഫിഗേഴ്സ് എഴുതിയിട്ടുള്ള കുറച്ച് ടെക്സ്റ്റുകളെ പറ്റി, അതും ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ള ടെക്സ്റ്റുകളെ പറ്റിയും പഠിക്കേണ്ടതായിട്ട് ഉണ്ട്. മൂന്നാമതായും അതേപോലെ തന്നെ ഫൈനലി ടു അനലൈസ് ദ പ്രസന്റ് സ്റ്റാറ്റസ് കോ ഓഫ് ഇംഗ്ലീഷ് ഇൻ ദ സോഷ്യോ കൾച്ചറൽ സിനാരിയോ ഓഫ് ഇന്ത്യ. ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജിന്റെ പൊസിഷൻ ഇവിടെ എവിടെയാണ് എന്നുള്ളത്, അതായത് അതിന്റെ ഇന്ത്യയുടെ പൊളിറ്റിക്കൽ അതേപോലെ ഹിസ്റ്റോറിക്കൽ കൾച്ചറൽ സോഷ്യൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജിനെ നമ്മൾ അനലൈസ് ചെയ്യാൻ പോവുകയാണ് ഈ ഒരു പേപ്പറിൽ. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടാവും, അല്ലെ? ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഫുൾ ഒരു സെക്ടർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോ ഒരു ഇൻട്രസ്റ്റിംഗും ഫാസിനേറ്റിംഗുമാണ് ഈ ഒരു പേപ്പർ എന്നുള്ളത്. അപ്പൊ നമുക്കൊന്ന് നോക്കിയാലോ ഇതിന്റെ ഒരു സ്കെലറ്റൻ ഫോം എന്താന്നുള്ളത്. ഇതാണ് കേട്ടോ. 8 ബ്ലോക്സ് ആണ് നമുക്കുള്ളത്. അതിൽ ഒരുപാട് ചെറിയ ചെറിയ യൂണിറ്റ്സുകളും ഉണ്ട്. അത് ഓരോന്നായിട്ട് ഞാൻ വളരെ ബ്രീഫ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇത് വെറും ഒരു പരിചയപ്പെടുത്തൽ മാത്രമാണ്. ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ മുമ്പോട്ട് പോകുന്നതായിരിക്കും. ആദ്യത്തെ ബ്ലോക്കിൽ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ഓഫ് ഇംഗ്ലീഷ് സ്റ്റഡീസ് ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. അതായത് ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജ് എങ്ങനെയാണ് ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയത്, അതിന്റെ മീനിങ് ആണ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ എന്ന് വെച്ചാൽ. അതായത് എങ്ങനെയാണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് എസ്റ്റാബ്ലിഷ്ഡ് ആയി മാറിയത് ഇംഗ്ലീഷ് എന്ന ഫോറിൻ ലാംഗ്വേജ്. കേട്ടോ, ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് യൂണിറ്റിൽ തന്നെ എൻട്രി ഓഫ് ഇംഗ്ലീഷ്, അതായത് ഇംഗ്ലീഷിന്റെ എൻട്രി എങ്ങനെയായിരുന്നു എന്നുള്ളത് ഒരു ഹിസ്റ്റോറിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. സെക്കൻഡ്ലി അതിനു വേണ്ടിയിട്ട്
ഹെൽപ്പ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾസ് പ്ലേ ചെയ്തിട്ടുള്ള കുറച്ച് ഫിഗേഴ്സിനെ പറ്റിയിട്ട് കുറച്ച് ആൾക്കാരെ പറ്റിയിട്ട് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഇതില് വളരെ നിങ്ങൾ കേട്ട് പരിചയമുള്ള ഒരു പേരായിരിക്കും രാജാറാം മോഹൻ റോയുടേത്. മാക്കുലെ, ട്രിവിലിയൻ, അതിന്റെ ഒപ്പം തന്നെ രാജാറാം മോഹൻ റോയും ഒക്കെ ഈ ഒരു പ്രോസസ്സിൽ എസ്റ്റാബ്ലിഷ്മെന്റിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ഇന്ത്യയിലുള്ള എസ്റ്റാബ്ലിഷ്മെന്റിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. മൂന്നാമതായിട്ട് നമ്മൾ എ വ്യൂ ഓഫ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഡിബേറ്റ്സ്, അതായത് കൊളോണിയൽ ആയിട്ടുള്ള മാസ്റ്റേഴ്സ്, അതായത് യൂറോപ്യൻസ് ഇന്ത്യയിൽ നിന്ന് നമുക്ക് ഇൻഡിപെൻഡൻസ് തന്നിട്ട്, കൊട്ടേഷനിലാണ് ഇൻഡിപെൻഡൻസ് നമുക്ക് തന്നിട്ട് അവർ ഇവിടുന്ന് മടങ്ങി പോകുമ്പോൾ നമ്മള് ഇംഗ്ലീഷ് എന്ന അവർ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ലാംഗ്വേജ് എന്താണ്, അതെങ്ങനെയാണ് നമ്മൾ സ്വീകരിച്ചത് എന്നുള്ളത്, എങ്ങനെയാണ് നമ്മൾ അതിന് കൈക്കൊണ്ടത്, എങ്ങനെയാണ് പിന്നീട് നമ്മൾ അത് എടുക്കാനായിട്ട് ഉദ്ദേശിച്ചത് എന്നൊക്കെയുള്ളതാണ് മൂന്നാമത്തെ യൂണിറ്റ്. നാലാമത്തതിലായിട്ട് സെറ്റിംഗ് ഡൗൺ ഓഫ് ഇംഗ്ലീഷ് സ്റ്റഡീസ് ആൻഡ് മീഡിയം, ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജിനെ നമ്മൾ എഡ്യൂക്കേഷണൽ സെക്ടറിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് ഇംഗ്ലീഷ് ഒരു മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി കോളേജസിലും സ്കൂളിലും ഒക്കെ. അതിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ ഒരു ഓവർവ്യൂ ആണ് ഫോർത്ത് യൂണിറ്റ്. സെക്കൻഡ് ബ്ലോക്കിൽ നമ്മൾ ബിഗിനിങ്സ് ഓഫ് ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റിംഗ് ആണ് പഠിക്കാൻ പോകുന്നത്. ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജ് യൂസ് ചെയ്ത് ഇന്ത്യൻ ആയിട്ടുള്ള ഓതേഴ്സ് എഴുതിയിട്ടുള്ള ടെക്സ്റ്റുകളെയാണ് ഒരു അംബ്രല്ല ടേം പോലെ നമ്മൾ വിളിക്കുന്നതാണ് ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റിംഗ് എന്നുള്ളത്. അപ്പോ അതിന്റെ തുടക്കം എവിടെയാണ്? അതായത് ആദ്യമായിട്ട് ആരായിരിക്കും, ഏത് ഇന്ത്യൻ ആയിരിക്കും ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടാവുക? അതാണ് ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ ഏർലിയസ്റ്റ് ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റിംഗ്സ്, അതിന്റെ ഒറിജിൻസും അതിന്റെ റൂട്ട്സും ഒക്കെ എവിടെയായിരുന്നു എന്നുള്ളത്. പിന്നീട് ഹെൻറി ലൂയി വിവിയൻ ഡെറോസിയോ ആൻഡ് ദ ഏർലി വോയിസ് ഓഫ് ഐഡന്റിറ്റി. ഡെറോസിയോ എന്ന് പറയുന്നത് ഒരു ഹാഫ് ഇന്ത്യനും ഹാഫ് പോർച്ചുഗലുമായിട്ടുള്ള ഒരു പോയറ്റാണ്, ഏർലി ഇന്ത്യൻ ഇംഗ്ലീഷ് പോയറ്റാണ്. ഇന്ത്യൻ തന്നെയാണ്, വളരെയധികം പ്രൗഡ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹം എഴുതിയിട്ടുള്ള ഇംഗ്ലീഷിൽ എഴുതിയിട്ടുള്ള കുറച്ച് റൈറ്റിംഗ്സിനെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ മൂന്നാമതായിട്ട് അദ്ദേഹത്തിന്റെ തന്നെ ഡെറോസിയോയുടെ തന്നെ കോണ്ടംപററി ആയിട്ടുള്ള മൈക്കിൾ മധുസൂദനൻ ദത്ത് എന്ന ഒരു പ്ലേ റൈറ്റിനെ പറ്റിയും നമ്മൾ പഠിക്കുന്നുണ്ട്. നാലാമതായി തോറു ദത്ത്. തോറു ദത്ത് എന്നുള്ളത് ആ കാലത്ത്, അതായത് ഏർലിയസ്റ്റ് ആയിട്ടുള്ള ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റിംഗ്സിൽ എടുക്കുമ്പോൾ അന്ന് പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു വിമൻ അല്ലെങ്കിൽ ഒരു ഫീമെയിൽ വോയിസ് കൂടിയാണ്. അന്ന് അധികമായിട്ട് ഫീമെയിൽ വോയിസസ് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ അന്ന് ഉണ്ടായിട്ടുള്ള ഒരു ഫേമസ് പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു പോയറ്റ് കൂടിയാണ് തോറു ദത്ത്. അടുത്ത മൊഡ്യൂളില് നമ്മള് ബിഗിനിങ്സ് ഓഫ് ഇന്ത്യൻ ഇംഗ്ലീഷ് നോവൽ. ഫസ്റ്റ് ഇന്ത്യൻ ഇംഗ്ലീഷ് നോവൽ ഏതായിരുന്നു അറിയോ നിങ്ങൾക്ക്? അത് 1864 എഴുതിയിട്ടുള്ള രാജ്മോഹൻസ് വൈഫ് എന്ന വർക്കാണ്. അതിന്റെ ഓഥർ ആരാന്നറിയോ? അത് ചിലപ്പോൾ നിങ്ങൾക്ക് കേട്ടിട്ടുള്ള ആള് തന്നെയായിരിക്കും. അത് വേറെ ആരുമല്ല, വന്ദേ മാതരം എന്ന ഇന്ത്യൻ സോങ് എഴുതിയ ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. അദ്ദേഹമാണ് ഫസ്റ്റ് ഇന്ത്യൻ ഇംഗ്ലീഷ് നോവൽ എഴുതിയ ആള്. ഏത് ഇയർ ആണ്? 1864. അപ്പോ ഈ ഒരു മൊഡ്യൂളിൽ മുഴുവനായിട്ട് നമ്മൾ രാജ്മോഹൻസ് വൈഫിനെ പറ്റി, അതായത് ആ ഒരു ഫസ്റ്റ് ഇന്ത്യൻ ഇംഗ്ലീഷ് നോവൽ, അവിടെ നിന്നല്ലേ എല്ലാ തുടക്കവും ഉള്ളത്. അപ്പോ അതാണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഒരു ലിറ്റററിയും സോഷ്യലുമായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. ആ ഒരു ടെക്സ്റ്റ്, അതായത് രാജ്മോഹൻസ് വൈഫ് എന്ന നോവലിനെ പറ്റി വളരെ വിശദമായിട്ട് അതിന്റെ തീംസും സിംബൽസും ക്യാരക്ടേഴ്സും ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടും അങ്ങനെ അതിനെ പറ്റിയും വിശദമായിട്ട് നമ്മൾ നോക്കുന്നുണ്ട് ഈ ഒരു യൂണിറ്റില്. നാലാമതായിട്ട് ഡിഫറെന്റ് ഇംഗ്ലീഷസ്. എന്താണ് ഇംഗ്ലീഷസ്? നിങ്ങൾ കുറച്ച് കേട്ട് ഇച്ചിരി പെർപ്ലെക്സ്ഡ് ആയി പോയോ? എന്താണ് ഇംഗ്ലീഷസ്? ഇംഗ്ലീഷ് എന്ന ഒരു ഇംഗ്ലീഷ് അല്ലേ ഉള്ളൂ? അല്ല, ഒരുപാട് ഇംഗ്ലീഷസ് ഉണ്ട്. യൂറോപ്യൻസ് യൂസ് ചെയ്യുന്നത് ഒരു ഇംഗ്ലീഷാണ്, അമേരിക്കൻസ് യൂസ് ചെയ്യുന്നതും ഒരു ഇംഗ്ലീഷാണ്, ഇന്ത്യൻസ് ആയ നമ്മൾ യൂസ് ചെയ്യുന്നതും ഒരു ഇംഗ്ലീഷാണ്. ഒരു ഇംഗ്ലീഷ് എന്ന, അതായത് ഒന്നേ ഉള്ളൂ, ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് എന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പൊ ആ ഡിഫറെന്റ് ഇംഗ്ലീഷസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ആയിട്ട് തന്നെ ആ നേറ്റീവൈസ് ചെയ്യുന്ന ഇംഗ്ലീഷിനെ പറ്റി ആണ്, അതിന്റെ ഒരു എവല്യൂഷനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. സെക്കൻഡ്ലി, നേറ്റീവൈസേഷൻ ഓഫ് ഇംഗ്ലീഷ് ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ. അതായത് ഇംഗ്ലീഷ് എന്ന ഫോറിൻ ലാംഗ്വേജ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പോലെ
നമ്മൾക്ക് ഇന്ത്യക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് പോലെ നമ്മൾ അത് എങ്ങനെ ആക്കി തീർത്തു എന്നുള്ളത്. നമ്മുടെ ഇംഗ്ലീഷ്, അതായത് ഇന്ത്യൻസ് യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷിന് നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ മദർ ടങ്ങിന്റെ ഒരു ഇൻഫ്ലുവൻസ് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? മലയാളത്തിന്റെ ആയാലും തമിഴായാലും ഹിന്ദി ആയാലും ഒക്കെ അതിന്റെ ഒരു നമ്മുടെ ആ ഒരു റീജിയണൽ ലാംഗ്വേജിന്റെ ഇൻഫ്ലുവൻസ് നമ്മൾ പറയുന്ന ഇംഗ്ലീഷിൽ ഡെഫിനറ്റ്ലി ഉണ്ട്, അല്ലെ? യെസ്. പിന്നെ മൂന്നാമതായിട്ട് നേറ്റിവൈസേഷൻ ഓഫ് ഇംഗ്ലീഷ് ഡിസ്കോഴ്സ്, സിൻടാക്സ്, മോർഫോളജി, ഫൊണോളജി, ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള കുറച്ച് തിയററ്റിക്കൽ ആയിട്ടുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള കുറച്ച് ആസ്പെക്ട്സ് ആണ് ആ ഒരു യൂണിറ്റിൽ നോക്കുന്നത്. നാലാമതായിട്ട് ഇന്റലിജിബിലിറ്റി ഓഫ് ഇന്ത്യൻ ഇംഗ്ലീഷ് ഗ്ലോബലി. നമ്മൾ യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് എങ്ങനെ ബാക്കിയുള്ള യൂണിവേഴ്സലി അത് എങ്ങനെ അക്സെപ്റ്റബിൾ ആകുന്ന രീതിയിൽ നമ്മൾ അത് യൂസ് ചെയ്യും, അതാണ് ഫോർത്ത് യൂണിറ്റില്. ഫിഫ്തില് ഡിബേറ്റ് ഓവർ നേറ്റീവ് ആൻഡ് നോൺ നേറ്റീവ് ഇംഗ്ലീഷ്. നമ്മൾ നേറ്റീവ് സ്പീക്കേഴ്സ് ആണോ നോൺ നേറ്റീവ് സ്പീക്കേഴ്സ് ആണോ? കൺഫ്യൂഷൻ ആയോ? കൺഫ്യൂഷൻ വേണ്ട, നമ്മൾ നോൺ നേറ്റീവ് സ്പീക്കേഴ്സ് ആണ്. അതായത് നമ്മുടെ നേറ്റീവ് ടങ് ആണോ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്? അല്ല, നമ്മുടെ മദർ ടങ് അല്ല. നമ്മുടെ മദർ ടങ് വേറെ റീജിയണൽ ഇന്ത്യൻ ലാംഗ്വേജസ് ആണ്. പക്ഷേ നേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ, അതായത് ഇംഗ്ലീഷ് നേറ്റീവ് ലാംഗ്വേജ് ആയിട്ട് യൂസ് ചെയ്യുന്ന യൂറോപ്യൻസ് ആണ്. അപ്പോൾ അവരുടെ ഇംഗ്ലീഷും നമ്മുടെ ഇംഗ്ലീഷും ഏതാണ് ബെറ്റർ? അങ്ങനെ ഒരു ഡിബേറ്റ് ഉണ്ടോ? ഏതാണ് ബെസ്റ്റ് എന്നുള്ളതുണ്ടോ? അങ്ങനെ ഒരിക്കലും ഇല്ല കേട്ടോ. അങ്ങനെ ഉണ്ടോ ഇല്ലേ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു യൂണിറ്റ് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ആറാമതായിട്ട് സ്പേസ് ഓഫ് ഇംഗ്ലീഷ് ഇൻ മൾട്ടി ലിംഗ്വൽ ഇന്ത്യ. ഇന്ത്യയില് പലതരത്തിലുള്ള ലാംഗ്വേജസ് യൂസ് ചെയ്യുന്ന ഇതുപോലെ വളരെ കൾച്ചറലി റിച്ച് ആയിട്ടുള്ള ഈ ഒരു രാജ്യത്ത് ഇംഗ്ലീഷിന്റെ സ്ഥാനം എവിടെയാണ് ഇപ്പോൾ? അതാണ് ആ ഒരു യൂണിറ്റിൽ എക്സ്പ്ലോർ ചെയ്യുന്നത്. അഞ്ചാമത്തെ ബ്ലോക്കില് പ്രോബ്ലംസ് ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. അതായത് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിപ്പിക്കുമ്പോൾ ഫേസ് ചെയ്യുന്ന ചലഞ്ചസും പ്രോബ്ലംസും എന്തൊക്കെയാണെന്നുള്ളതാണ് ഫസ്റ്റ് യൂണിറ്റിൽ നോക്കുന്നത്. പിന്നെ സെക്കൻഡില് ദ മാർച്ച് ഓഫ് TELI, ടെലി. എന്താണ് ടെലി? അതൊന്നുമില്ല, ടീച്ചിങ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഇൻ ഇന്ത്യ, അത്രേ ഉള്ളൂ. ഇന്ത്യയിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിപ്പിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളതാണ് ആ ഒരു യൂണിറ്റിൽ നോക്കുന്നത്. പിന്നെ റോൾ ആൻഡ് ഫങ്ഷൻ ഓഫ് ടെലി ഇൻ ദ കോണ്ടംപററി കോണ്ടെക്സ്റ്റ്, ഇംഗ്ലീഷ് ടീച്ചിങ് ഇൻ ഇന്ത്യ, പിന്നെ ദ ലൈ ഓഫ് ദ ലാൻഡ്, ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ, ആൻഡ് ഫൈനലി പബ്ലിഷിംഗ് ഇൻ ഇന്ത്യ ആൻഡ് ഇംഗ്ലീഷ് സ്റ്റഡീസ്. ഇതെല്ലാം റിലേറ്റഡ് ആയിരിക്കുന്നത് ഒരേ കാര്യത്തിലാണ്. എന്താണ് ആ കാര്യം? ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എങ്ങനെയാണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നുള്ളത്. പിന്നെ സിക്സ്ത് ബ്ലോക്കില് ക്വസ്റ്റ്യനിങ് ദ കാനൺ. അതായത് കാനൺ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഏരിയ ഓഫ് സ്റ്റഡിയിലെ കാനൺ എന്ന് പറയുമ്പോൾ ആരായിരിക്കും, എന്തായിരിക്കും? അല്ലെങ്കിൽ അത് ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. ഷേക്സ്പിയർ എന്ന് പറയുന്നത്, വില്യം ഷേക്സ്പിയർ എന്ന ഡ്രമാറ്റിസ്റ്റ്, എലിസബത്തൻ ഡ്രമാറ്റിസ്റ്റ് ഒരു കാനൺ ആയിട്ട് നമ്മൾ അദ്ദേഹത്തിനെ പറയാറുണ്ട്. അതായത് ആ ഒരു ഏരിയയിലെ ഏറ്റവും ബെസ്റ്റ്, അല്ലെങ്കിൽ അതൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ പറയാറുണ്ട്. അങ്ങനെ സ്റ്റാൻഡേർഡ്സ് ആയിട്ട് ബെസ്റ്റ്, ആ ഒരു ഏരിയയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വർക്കോ അല്ലെങ്കിൽ അതേപോലെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരാളെയാണ് നമ്മൾ കാനൺ എന്ന് വിളിക്കുന്നത്. ആക്ച്വലി കാനൺ എന്ന് നമുക്ക് ഒരാളെ പറയാൻ പറ്റില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരാളെ വിശേഷിപ്പിക്കുമെങ്കിൽ അത് വിളിക്കുന്ന ആൾക്കാരുടെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവ് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അതെ അല്ലെ? കാനൺ, അതായത് ഒരാൾ ഈ ഒരു വർക്കാണ് ഈ ആ ഏരിയ ഓഫ് സ്റ്റഡിയിലെ ഏറ്റവും ബെസ്റ്റ് വർക്ക് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല, അല്ലെ? അത് ഒരാളുടെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവ് ആണ്. അപ്പോൾ കാനൺ എന്ന് പറയുന്നത് അതൊരു സെന്റർ ആണ്, അല്ലെ? ഡീകൺസ്ട്രക്ഷൻ പോലെയുള്ള ലിറ്റററി ക്രിറ്റിസിസത്തിലെ വലിയ ഇമ്പോർട്ടന്റ് തിയറീസ് ഒക്കെ നിങ്ങൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഇനി പഠിക്കാൻ പോകുന്നുണ്ടാവും. അപ്പോ അവിടെ എന്താണ് ഡീകൺസ്ട്രക്ഷൻ ചെയ്തത്? ഇതുപോലെയുള്ള കാനൺസിനെ പൊളിച്ചെഴുതുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു സെന്റർ എന്ന് പറഞ്ഞ് ആ സെന്റർ അതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് വിചാരിച്ച് ബാക്കിയുള്ളതെല്ലാം അതിന്റെ സ്റ്റാൻഡേർഡ് വെച്ച് ജഡ്ജ് ചെയ്യുക എന്നുള്ളത് ശരിയായിട്ടുള്ള കാര്യമല്ല എന്നുള്ളതാണ് ഡീകൺസ്ട്രക്ഷൻ പറഞ്ഞത്. അപ്പോ അങ്ങനെയുള്ള കാനൺസ് എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുന്ന ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ്സിൽ വരുന്ന യൂറോപ്യൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ചില ടെക്സ്റ്റുകൾ, അതിനെ നമ്മൾ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് ചലഞ്ച് ചെയ്യുകയാണ്. അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ നോക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, അത് ക്വസ്റ്റ്യനിങ് ദ കാനൺ, ഐഡിയോളജി, അസംഷൻസ് ഓഫ് ദ കാനൺ. കാനൺ എന്താന്നുള്ളത് മാത്രമല്ല അതിനെ എങ്ങനെയാണ് പൊളിച്ചെഴുതുന്നത് എന്നുള്ളത്. ഡീകൺസ്ട്രക്റ്റീവ് പെർസ്പെക്റ്റീവ് ആണ്,
അതെങ്ങനെയാന്നുള്ളത് നമ്മൾ നോക്കും. സെക്കൻഡ്ലി, ദ റൈസ് ഓഫ് ഇംഗ്ലീഷ് ആൻഡ് ഇഷ്യൂസ് കൺസേണിംഗ് ദ കാനൺ. ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ അതെങ്ങനെയാണ് ഈ ഒരു കാനൺ, ഇംഗ്ലീഷ്, യൂറോപ്യൻസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു കാനനെ നമ്മൾ ഇന്ത്യക്കാർ എങ്ങനെയാണ് പൊളിച്ചെഴുതിയത്. പിന്നെ പോസിബിലിറ്റീസ് ഓഫ് ന്യൂ അഗ്രിമെന്റ്സ്, ഫോർത്ത് യൂണിറ്റില് എക്സ്പ്ലോറിംഗ് ഇംഗ്ലീഷ്, ക്രിറ്റിസിസം, തിയറി ആൻഡ് കൾച്ചർ, ഫിഫ്തില് the crisis in English studies, and finally base text and context on the triumph of theory, the resistance to reading, and the question of material base. വളരെ തിയററ്റിക്കൽ ആയിട്ടുള്ള, വളരെ ക്രിറ്റിക്കൽ ആയിട്ടുള്ള രീതിയിൽ ഈ ഒരു കാനണിനെ എങ്ങനെയാണ് നമ്മൾ പൊളിച്ചെഴുതിയത്, ഡീസെൻട്രലൈസ് ചെയ്തത് എന്നുള്ളതാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ വിശദമായിട്ട് നോക്കാൻ പോകുന്നത്. കുറച്ചും കൂടെ തിയററ്റിക്കൽ ആയിട്ടുള്ള വശമാണ് കേട്ടോ ഇത്. സെവൻത് യൂണിറ്റിൽ സെക്കൻഡ് ലാസ്റ്റ് ബ്ലോക്ക് കൂടിയാണിത്. എവല്യൂഷൻസ് ഓഫ് കാനൺസ് ഇൻ ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റിംഗ്. നമ്മൾ നേരത്തെ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ അല്ലെങ്കിൽ യൂറോപ്യൻസ് നമുക്ക് തന്നിട്ടുള്ള കുറച്ച് സ്റ്റാൻഡേർഡ്സിനെ പൊളിച്ചെഴുതി. ഇനി നമ്മുടെ സ്റ്റാൻഡേർഡ്സ്, അതായത് നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ലെഗസിനെ കാണിക്കുന്ന ടൈമാണ്. ഫസ്റ്റ്ലി തന്നെ കാനൺ മേക്കിംഗ് ഇൻ ദ എറ ഓഫ് ഗാന്ധി, നെഹ്റു, സോഷ്യലിസം. അതായത് ഗാന്ധിയുടെയും നെഹ്റുവിന്റെയും, അതായത് ജസ്റ്റ് ഇൻഡിപെൻഡൻസ് കഴിഞ്ഞ ടൈമാണ് അവരുടെ, അല്ലെ, പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള എറയാണ്. ഇന്ത്യ എന്നുള്ളത് ഒരു പുതിയ കൺട്രിയാണ്, അല്ലെ, പുതിയ കൺട്രി ഇൻ കൊട്ടേഷൻ. ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്ത കൺട്രി തന്നെയാണ്, പക്ഷെ പുതിയതായിട്ട് ഇൻഡിപെൻഡൻസിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന കൺട്രിയാണ്. ആ സമയത്ത് എങ്ങനെയാണ് കാനൺ എന്നുള്ള ഒരു പുതിയ സ്റ്റാൻഡേർഡ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തത്. പിന്നെ അത് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്ത ഫിഗേഴ്സ് ആരൊക്കെയാണ്? ടാഗോർ, പ്രേംചന്ദ്, മുൾക്ക് രാജ് ആനന്ദ്, രാജാ റാവു. ഇവരൊക്കെയും ഇൻഡിപെൻഡൻസിന്റെ ടൈമിലും പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ടൈമിലും ഒക്കെ ഈ ഒരു കാര്യത്തിന് വേണ്ടി, കാനൺ മേക്കിംഗ് ഇൻ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ലിറ്റററി ഫിഗേഴ്സ് ആണ്. തേർഡ് ആയിട്ട് ഫെമിനിസം, ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റേഴ്സ്, ആൻഡ് ഫൈനലി ദ ദളിത് കാനൺ. മാർജിനലൈസ്ഡ് ആയിട്ടുള്ള വോയിസസിനെ പുതിയതായിട്ട് സൊസൈറ്റിയിലേക്ക് എടുത്തു കാണിക്കുകയാണ് ഈ ഒരു യൂണിറ്റിലൂടെ ചെയ്തിട്ടുള്ളത്. അതെങ്ങനെയാണ് ചെയ്തതെന്നുള്ളതും ഏതൊക്കെയാണ് ആ വോയിസസ് എന്നുള്ളതും അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിലുള്ള സ്കോപ്പും റെലവൻസും എന്താന്നുള്ളതും നമ്മൾ ഈ ഒരു 2 യൂണിറ്റിലായിട്ട് പഠിക്കും. ഫൈനലി ഈ ഒരു ബ്ലോക്കിൽ നമ്മൾ ഡീകോളനൈസിങ് ദ മൈൻഡ് എന്ന ഒരു കാര്യമാണ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയോ, ഡീകോളനൈസിങ് ദ മൈൻഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു കെനിയൻ ഓത്തർ ഉണ്ട്, ന്യൂഗി വോ തിയോങ്കോ എന്ന് പറഞ്ഞിട്ട്. വലിയൊരു പേരാണ് കേട്ടോ, പക്ഷെ പേടിക്കേണ്ട, തിയോങ്കോ എന്ന് വിളിച്ചോളൂ. അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് എസ്സേ ആണ് ഡീകോളനൈസിങ് ദ മൈൻഡ് എന്ന് പറയുന്നത്. ആ എസ്സേയിൽ അദ്ദേഹം പറയാണ്, നിങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന ഫോറിൻ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നിടത്തോളം കാലം കൊളോണിയലിസത്തിന് നിങ്ങൾ സ്ലേവ്സ് ആണ്, എപ്പോഴും അടിമകളായി തന്നെ ഇരിക്കുകയാണ് ആ യൂറോപ്യൻ മാസ്റ്റേഴ്സിന്. അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് അദ്ദേഹം നൽകിയ ഓൾട്ടർനേറ്റീവ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ റീജിയണൽ ആയിട്ടുള്ള ലാംഗ്വേജ് തന്നെ, നിങ്ങളുടെ നേറ്റീവ് ലാംഗ്വേജ് തന്നെ യൂസ് ചെയ്ത് നിങ്ങൾ സംസാരിക്കണം, നിങ്ങൾ എഴുതണം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ ഓൾട്ടർനേറ്റീവ്. ആ ഓൾട്ടർനേറ്റീവിനെ പറ്റിയായിരിക്കും നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ പ്രാക്ടിക്കാലിറ്റി ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ എത്രത്തോളമാണ് എന്നുള്ളത് നമുക്ക് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഓറിയന്റലിസം ആൻഡ് ആഫ്റ്റർ. ഓറിയന്റലിസം എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയോ? അതൊരു പോസ്റ്റ് കൊളോണിയൽ അല്ലെങ്കിൽ പോസ്റ്റ് കൊളോണിയൽ തിയറിറ്റിക്കൽ ആയിട്ടുള്ള ഒരു വാക്കാണ്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഒരു പോസ്റ്റ് കൊളോണിയൽ ക്രിട്ടിക് ആയിട്ടുള്ള എഡ്വേർഡ് സെയ്ത്ത് എന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ഒരു കോൺസെപ്റ്റില് ഓറിയന്റലിസം എന്ന് വെച്ചാൽ നമ്മുടെ ഈസ്റ്റ് അല്ലെങ്കിൽ ഈസ്റ്റ് എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷ് അല്ലെങ്കിൽ യൂറോപ്യൻസ് എന്നുള്ള ജനറൽ ടേമിൽ നമുക്ക് വിളിക്കാം. യൂറോപ്യൻസ് ദ വെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിശേഷിപ്പിക്കുന്നത്, അല്ലെ? അപ്പോൾ നമ്മൾ, അതായത് ഇന്ത്യൻസ് ഉൾപ്പെടെയുള്ള ബാക്കിയുള്ള രാജ്യക്കാർ ദ ഈസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അവര് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് കേട്ടോ അത്, ഈ ഓറിയന്റലിസം എന്ന് പറയുന്നത്. അവരെ നമ്മൾ ഓറിയൻസും അവർ ഓക്സിഡൻസുമാണ്. അതായത് ദ വെസ്റ്റിലുള്ള ആൾക്കാർ ഓക്സിഡൻസും ദ ഈസ്റ്റിലുള്ള ആൾക്കാർ ഓറിയന്റലിസ്റ്റും. അപ്പോൾ ഈ ഈസ്റ്റിലുള്ള ആൾക്കാരെ പറ്റിയിട്ട് വെസ്റ്റിലുള്ള ആൾക്കാർക്കുള്ള ഒരു ജനറൽ കോൺസെപ്റ്റ്, വളരെ പ്രജുഡിസ്ഡ് ആയിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റ് എന്താണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് യൂണിറ്റിൽ നോക്കാൻ പോകുന്നത്. അവരുടെ ഒരു കോൺസെപ്റ്റില്, അതായത് വെസ്റ്റേണേഴ്സിന്റെ കോൺസെപ്റ്റില് ഈസ്റ്റിലുള്ളവർ വളരെ സാവേജസും ഇറാഷണൽ ആയിട്ടുള്ള
ലേസി ആയിട്ടുള്ള കുറച്ച് ആൾക്കാരാണ്. ഒട്ടും കൾച്ചർ ഇൻ കൊട്ടേഷൻ കൾച്ചർ ഇല്ലാത്ത ആൾക്കാർ എന്നാണ് അവർ നമ്മളെ വിശേഷിപ്പിച്ചത്. പക്ഷെ അങ്ങനെയാണോ? ഒരിക്കലും അല്ല അല്ലേ? അത് അവരുടെ സ്റ്റാൻഡേർഡ് ആണ്. ആ ഒരു കോൺസെപ്റ്റിനെ അങ്ങനെ അവരായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള നമ്മളെ പറ്റിയുള്ള ഇമേജ് ആണ് ഓറിയന്റലിസം എന്ന് പറയുന്നത്. സെക്കൻഡ്ലി നമ്മൾ ലിറ്ററേച്ചർ ആൻഡ് നാഷണലിസം എന്നുള്ള യൂണിറ്റ് ആണ് നോക്കുന്നത്. അതായത് നമ്മുടെ ലെഗസി കാണിക്കണമെങ്കിൽ നമ്മൾ ലിറ്ററേച്ചേഴ്സിലൂടെയാണ് അത് പോപ്പുലറൈസ് ചെയ്തത്. നമ്മുടെ കൺട്രീനെ പറ്റി എഴുതിയത് നാഷണലിസ്റ്റിക് സ്പിരിറ്റോടെ എഴുതിയത് ലിറ്ററേച്ചേഴ്സിലൂടെയാണ്. അതെങ്ങനെയാണെന്നുള്ളതാണ് സെക്കൻഡ് യൂണിറ്റ്. തേർഡ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഡീകോളനൈസിംഗ് ദ മൈൻഡ്. ഫോർത്ത് വൺ ഇസ് സിവിലൈസേഷണൽ കോൺഫ്ലിക്ട്സ് ഇൻ ലിറ്ററേച്ചർ ആൻഡ് ഫൈനലി റെസിസ്റ്റിംഗ് കോളനൈസേഷൻ ആൻഡ് റീകോളനൈസേഷൻ. അതായത് ഇംഗ്ലീഷ് എന്ന ഫോറിൻ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് അതൊരു വെപ്പൺ ആയിട്ട് തന്നെ യൂസ് ചെയ്തിട്ട് നമ്മളുടെ കൊളോണിയൽ മാസ്റ്റേഴ്സിനെ നമ്മളെ സബ്ജുക്കേറ്റ് ചെയ്ത നമ്മളെ ഡീഹ്യൂമൻ ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ള കൊളോണിയൽ മാസ്റ്റേഴ്സിനെതിരെ നമ്മൾ ആ ഒരു വെപ്പൺ യൂസ് ചെയ്ത് അവര് തന്നെ നമുക്ക് തന്നിട്ടുള്ള ഇംഗ്ലീഷ് എന്ന ആ ഒരു ലാംഗ്വേജ് അവര് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജ് യൂസ് ചെയ്ത് അവർക്കെതിരെ നമ്മൾ റെസിസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അവർക്കെതിരെ നമ്മൾ ശബ്ദമുയർത്താൻ പോവുകയാണ്. അതാണ് നമ്മൾ ഈ ഒരു ഫൈനൽ ആയിട്ടുള്ള യൂണിറ്റിൽ നോക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിനെ പറ്റിയിട്ട് ഈ ഒരു പേപ്പറിനെ പറ്റിയിട്ട് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമെന്ന് ഞാൻ ഓർക്കുന്നു. നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഇതൊന്ന് പഠിച്ചാൽ വളരെ നല്ലതായിരിക്കുമെന്ന്? ഇതൊന്ന് അറിഞ്ഞിരിക്കുന്നത് ശരിക്കും വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെ ആയിരിക്കും, വർത്ത് ആയിരിക്കുമെന്ന് തോന്നുന്നില്ലേ? ഡെഫിനറ്റ്ലി ആണ്. അപ്പോ ഓരോ ക്ലാസ്സിലായിട്ട് ഇനി വരാൻ പോകുന്ന ഓരോ ക്ലാസ്സുകളിലായിട്ട് നമുക്കിതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസും റീഡിങ്സും അനാലിസിസും ഡിസ്കഷൻസും ഒക്കെ നടത്താം. എന്റെ കൂടെ നിങ്ങളും കാണില്ലേ? കാണുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ഒരു കൊട്ടേഷൻ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ഈ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ ക്ലാസ്. മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് അല്ല വി സ്ലീപ്പ്. ഈ ഒരു കൊട്ടേഷൻ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഇത് റോബർട്ട് ഫ്രോസ്റ്റ് എന്ന അമേരിക്കൻ റൈറ്ററുടെ പോയറ്റിന്റെ ഒരു ഫേമസ് ആയിട്ടുള്ള പോയത്തിൽ നിന്നെടുത്ത വരികളാണ്. ദർ ഇസ് മൈൽസ് ടു ഗോ ബിഫോർ വി സ്ലീപ്പ്. നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് അറിയാനുണ്ട്. അത് കഴിഞ്ഞിട്ടേ നമ്മൾ റെസ്റ്റ് എടുക്കുള്ളൂ എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പോൾ നമുക്കിനി വരാൻ പോകുന്ന ക്ലാസ്സുകളിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ തന്നെ മുമ്പോട്ടേക്ക് പോകാം. വളരെ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. എന്റെ ഒപ്പം നിങ്ങളും കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോ ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം. താങ്ക് യു ആൻഡ് വിഷ് യു ഓൾ ദി ബെസ്റ്റ്.